നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചാലും എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇത് ഞാൻ പഠിച്ചതാണല്ലോ, പക്ഷേ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം നിങ്ങളുടെ മെമ്മറിക്കല്ല, നിങ്ങൾ പഠിക്കുന്ന രീതിക്കാണ്. ഇന്ന് പറയാൻ പോകുന്ന ഈ 4 ടിപ്സ് ഫോളോ ചെയ്താൽ പഠിക്കാനിരിക്കുന്ന സമയം കുറച്ചാലും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ഒരു ചാപ്റ്റർ എടുത്തിട്ട് വീണ്ടും വീണ്ടും വായിക്കുക. ആദ്യത്തെ തവണ വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും, രണ്ടാമത്തെ തവണയും മനസ്സിലാകും. പക്ഷേ പുസ്തകം അടച്ചിട്ട് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താണ് പഠിച്ചത് പെട്ടെന്ന് ഒന്നും ഓർമ്മ വരില്ല. അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം വരുത്തും. ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടയ്ക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക, ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഞാനിത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ പറയും? ഓർമ്മയിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. ഇതാണ് ആക്റ്റീവ് റീകോൾ. നിങ്ങളുടെ ബ്രെയിനിനെ വെറുതെ ഇൻഫർമേഷൻ വായിപ്പിക്കുന്നതിന് പകരം ഇൻഫർമേഷൻ പുറത്തെടുക്കാൻ ട്രെയിൻ ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് കുറച്ച് സർപ്രൈസിംഗ് ആണ്. കൂടുതൽ സമയം പഠിച്ചാൽ കൂടുതൽ മാർക്സ് കിട്ടും എന്നില്ല. നിങ്ങൾ 1 മണിക്കൂർ പുസ്തകത്തിന് മുന്നിലിരുന്നിട്ട് 30 മിനിറ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ അത് 1 മണിക്കൂർ പഠിച്ചതല്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ ചെറിയ സ്റ്റഡി സെക്ഷൻസൊക്കെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് 25 മിനിറ്റ് ഫുൾ കോൺസെൻട്രേഷൻ, 5 മിനിറ്റ് ബ്രേക്ക്. ഈ 25 മിനിറ്റിൽ ഫോൺ മാറ്റിവെക്കുക, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. 5 മണിക്കൂർ പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുന്നതിനേക്കാൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച 2 മണിക്കൂർ പലപ്പോഴും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അതിനാൽ ഓർക്കുക, സ്റ്റഡി ടൈം അല്ല പ്രധാനപ്പെട്ടത്, സ്റ്റഡി ക്വാളിറ്റിയാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഇത് വളരെ പവർഫുള്ളാണ്. നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ ഒരു ടീച്ചറാണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ശബ്ദത്തിൽ പറയുക. ഉദാഹരണത്തിന്, ബയോളജിയിൽ ഒരു ടോപ്പിക് പഠിച്ചു. ബുക്ക് നോക്കാതെ പറയും, ഓക്കെ, ഈ ടോപ്പിക് ആക്ച്വലി എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾ സ്റ്റക്കാകുന്നത് എന്ന് മനസ്സിലാകും. അതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ. അത് വീണ്ടും പഠിക്കുക. ഈ മെത്തേഡിനെ ഫെയ്മാൻ ടെക്നിക് എന്ന് വിളിക്കുന്നു. ഒരു ടോപ്പിക് നിങ്ങൾക്ക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി 4ാമത്തെ ടിപ്പ്, ഇതാണ് പല സ്റ്റുഡൻസും ഇഗ്നോർ ചെയ്യുന്നത്, റിവിഷൻ. ഞാൻ ഇന്നലെ പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഇതാണ് പ്രോബ്ലം. നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കാത്ത ഇൻഫർമേഷൻ പതിയെ മറക്കും. അതുകൊണ്ട് ഒരു സിമ്പിൾ റിവിഷൻ സിസ്റ്റം ഉണ്ടാക്കുക. ഇന്ന് പഠിച്ച ടോപ്പിക് നാളെ 5 മുതൽ 10 മിനിറ്റ് വരെ റിവൈസ് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും. എക്സാമിൻ്റെ തലേ ദിവസം എല്ലാം ഒറ്റയടിക്ക് പഠിക്കുന്നതിനേക്കാൾ ചെറിയ ഇൻ്റർവെൽസ് വീണ്ടും വീണ്ടും ഓർക്കുന്നത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. അതുകൊണ്ട് പഠിച്ച ദിവസം തന്നെ ഒരു ചെറിയ റിവിഷൻ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ 4 ടിപ്സ് ഒന്നുകൂടി ഓർക്കാം. 1. വായിച്ചു മാത്രം പഠിക്കരുത്. ബുക്ക് അടച്ച് ഓർമ്മയിൽ നിന്ന് പറയുക. 2. മണിക്കൂറുകൾ ഇരിക്കുന്നതല്ല, കോൺസെൻട്രേഷനാണ് പ്രധാനപ്പെട്ടത്. 3. പഠിച്ചതിനെ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. 4. പഠിച്ചതിന് സ്പേസ്ഡ് റിവിഷൻ കൊടുക്കുക. ഇവ 4 ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ പഠിച്ചിട്ട് മറന്നുപോകുന്നു എന്ന ഫീലിംഗ് പതിയെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി കൂടുതൽ മണിക്കൂർ പഠിക്കാൻ നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പഠിക്കുന്ന രീതി മാറ്റി നോക്കൂ. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലെ സ്മാർട്ടായി പഠിക്കാനുള്ള പ്രാക്ടിക്കൽ ടിപ്സ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.